Hi students, welcome back to QA Focus. ഇന്ന് നമ്മൾ ഇലക്ട്രോകെമിസ്ട്രിക്കകത്ത് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫൈൻ ദ ഫോളോയിങ്. ഫസ്റ്റ് കണ്ടക്റ്റൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിഫൈൻ കണ്ടക്റ്റൻസ്. കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലിനെയാണ് എന്തെന്ന് പറയുന്നത്? കണ്ടക്റ്റൻസ്. സിമ്പിൾ G ആണ്. ദാറ്റ് ഈക്വൽ ടു 1/R ആണ്. നമുക്കറിയാം ആറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓം ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്റ്റൻസിന്റെ യൂണിറ്റ് എന്തായിരിക്കും? ഓം റേസ് ടു -1. ഓം റേസ് ടു -1. ഇനി നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമാണ് അല്ലേ? റെസിസ്റ്റൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. നമ്മളിവിടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാനായിട്ട് ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതിന് വിളിക്കുന്നത് റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്. റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്. റെസിസ്റ്റിവിറ്റി എന്ന് പറയും അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ്. റെസിസ്റ്റിവിറ്റി ഓർ സ്പെസിഫിക് റെസിസ്റ്റൻസ്. റോ ഇൻറ്റു നമുക്ക് എന്ത് കിട്ടും? L/A എന്ന് കിട്ടും. റോ ഇൻറ്റു L/A. അങ്ങനെയാണെങ്കിൽ ജിക്ക് നമുക്ക് എന്ത് എക്സ്പ്രഷൻ എഴുതാം? G ഈക്വൽ ടു 1/R അല്ലേ? ദാറ്റ് ഈക്വൽ ടു 1/ρ ഇൻറ്റു L/A ഈക്വൽ ടു എ നേരെ മുകളിലോട്ട് പോകും അല്ലേ? ദാറ്റ് ഈസ് A/ρL എന്ന് കിട്ടും. A/ρL കണ്ടോ? അപ്പോൾ ജിക്ക് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി. കണ്ടക്റ്റൻസ് G ഈസ് ഈക്വൽ ടു A/ρL. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്റ്റൻസ്. കണ്ടക്ടിവിറ്റിക്ക് പറയുന്നതാണ് സ്പെസിഫിക് കണ്ടക്റ്റൻസ്. കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്റ്റൻസ് എന്താണ്? കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ്. ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ആണ് കണ്ടക്ടിവിറ്റി. K is equal to reciprocal of resistivity 1/ρ ആണ്. ഇനി നമുക്ക് ഇവിടെ തൊട്ട് മുമ്പ് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. R ഈക്വൽ ടു ρL/A അല്ലേ? അങ്ങനെയാണെങ്കിൽ R ഈക്വൽ ടു ρL/A അങ്ങനെയാണെങ്കിൽ റോ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? RA/L എന്ന് കിട്ടും. ശരിയാണോ? RA/L. അങ്ങനെയാണെങ്കിൽ K എന്തായിരിക്കും? K ഈക്വൽ ടു 1/ρ ആണല്ലേ? 1/RA/L. L അങ്ങ് മുകളിലേക്ക് വരും. ദാറ്റ് ഈസ് L/RA എന്ന് വരും. L/RA. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? വെറുതെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ലെന്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ്. ഒരു മീറ്ററും കൂടി ക്യാൻസൽ ആവും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? ഓം റേസ് ടു -1 മീറ്റർ റേസ് ടു -1 അല്ലേ? ഓം റേസ് ടു -1 മീറ്റർ റേസ് ടു -1. ഇനി കണ്ടക്ടിവിറ്റിക്ക് ഒരു ഇക്വേഷനും കൂടി ഉണ്ട്. K ഈക്വൽ ടു G0/R. G0/R. ഈ G0 എന്ന് പറയുന്നത് സെൽ കോൺസ്റ്റന്റ് ആണ്. അപ്പം നമ്മളിവിടെ രണ്ട് ഇക്വേഷൻ പഠിച്ചു കേക്ക്. ഒന്ന് K എന്ന് പറയുന്നത് L/RA. K ഈക്വൽ ടു G0/R. സെൽ കോൺസ്റ്റന്റ് ബൈ റെസിസ്റ്റൻസ്. ഓക്കെ. ഇനി അടുത്ത
അടുത്ത എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിഫൈൻ മോളാർ കണ്ടക്റ്റൻസ്. മോളാർ കണ്ടക്റ്റൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത് മോളാർ കണ്ടക്റ്റൻസ് ഈസ് conductance of all ions produced by one mole of an electrolyte present in fixed volume of solution. മോളാർ കണ്ടക്റ്റൻസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ടോട്ടൽ അയോൺസ്, ഓൾ അയോൺസ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്? 1 മോൾ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. ഒരു മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ അയോൺസിനെയാണ് എന്ത് പറയുന്നത്? മോളാർ കണ്ടക്റ്റൻസ്. മോളാർ കണ്ടക്റ്റൻസ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി കണ്ടക്റ്റൻസ് ഓഫ് ഓൾ അയോൺസ് പ്രൊഡ്യൂസ്ഡ് ബൈ 1 മോൾ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. ഇതിനകത്തുള്ളതാണ് ഫിക്സഡ് വോളിയം ഓഫ് ദി സൊല്യൂഷൻ. ഒരു ഫിക്സഡ് വോളിയം എടുക്കുകയാണെങ്കിൽ ആ വോളിയത്തിനകത്ത് വരുന്ന 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ അയോൺസിൻ്റെയും കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി മോളാർ കണ്ടക്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് M is equal to K into V ആണ്. K എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലേ? K നമ്മളിപ്പോൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ നോക്കിയതാണ്. കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്റ്റൻസ്. കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്റ്റൻസ്. ഇനി ഇവിടെ V എന്ന് പറയുന്നത് V is the volume in milliliter having 1 gram mole of electrolyte. Volume in milliliter having 1 gram mole of electrolyte. ഒപ്പം തന്നെ പഠിച്ചങ്ങ് പൊയ്ക്കോണം കേട്ടോ. എക്സാമിന് എത്തിയേ ഒട്ടും സമയമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു പേപ്പറും കൂടി എടുത്തിട്ട് അത്യാവശ്യം വേണ്ടുന്ന ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതി ഒപ്പം തന്നെ അങ്ങ് പഠിച്ചു പൊയ്ക്കോണേ. ഓക്കെ, ഇനി നമുക്ക് ഈ ലാംഡ എമ്മിനെ തന്നെ ഇതിനകത്ത് തന്നെ ഒരു എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് നോക്കാം. എക്സ്പ്രസ് ലാംഡ എം ഇൻ ടേംസ് ഓഫ് മൊളാരിറ്റി. മൊളാരിറ്റിയുടെ ടേമിൽ നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും നോക്കാം. അതായത് നമുക്കറിയാം എം ഈക്വൽ ടു NB into 1000 ബൈ അല്ലേ, വോളിയം ഇൻ മില്ലി ലിറ്റർ ആണ്. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്, നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇവിടെ NB എന്ന് പറയുന്നത് 1 gram per mole ആണ്. 1 gram per mole ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് M ഈക്വൽ ടു 1000 ബൈ V എന്ന് വരും. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ V ഈക്വൽ ടു 1000 ബൈ M ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈക്വൽ ടു KV ദാറ്റ് ഈക്വൽ ടു K ഇൻറ്റു വിക്ക് വരെ എന്ത് കൊടുക്കാം? 1000 ബൈ M. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ 2 ഇക്വേഷൻസ് പഠിച്ചു. അതായത് KV that equal to 1000 by M. കണ്ടോ? അതായത് എക്സ്പ്രസ് ദി മോളാർ കണ്ടക്റ്റൻസ് ഇൻ ടേംസ് ഓഫ് മൊളാരിറ്റി. ക്ലിയർ ആയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെൽ കോൺസ്റ്റന്റ്.
സെൽ കോൺസ്റ്റന്റ്. സെൽ കോൺസ്റ്റന്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ്സ് ആൻഡ് ദ ഏരിയ ഓഫ് ദി ക്രോസ് സെക്ഷൻ. അതായത് is the ratio of electrodes and area of cross section. അറിയാം, ഇത് L ആണ്, ഇത് A ആണ്. സെൽ കോൺസ്റ്റന്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് L/A ആണ്. സെൽ കോൺസ്റ്റന്റ് is L/A. നമുക്കറിയാം R equal to റോ ഇൻറ്റു L/A ആണ്. ഇതിനകത്ത് L/Aക്ക് വരെ നമുക്ക് എന്ത് കൊടുക്കാം? സെൽ കോൺസ്റ്റന്റ് G0 കൊടുക്കാം. അതുപോലെ റോ എന്ന് പറയുന്നത് 1/K ആണ്, സ്പെസിഫിക് കണ്ടക്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ R ഈക്വൽ ടു G0/K വരുമല്ലോ. അല്ലെങ്കിൽ G0 ഈക്വൽ ടു K ഇൻറ്റു R എഴുതാമല്ലോ, അല്ലേ? G0 ഈക്വൽ ടു K ഇൻറ്റു R, ദാറ്റ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ഇൻറ്റു റെസിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് സെൽ കോൺസ്റ്റന്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ്. G0 നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നത് ഡിഫൈൻഡ് ആസ് പ്രോഡക്റ്റ് ഓഫ് ആരുടെയൊക്കെ? സ്പെസിഫിക് കണ്ടക്റ്റൻസ് ആൻഡ് സ്പെസിഫിക് കണ്ടക്റ്റൻസ്, അല്ലെങ്കിൽ എന്തെന്ന് പറയാം? കണ്ടക്ടിവിറ്റി ആൻഡ് റെസിസ്റ്റൻസ്. സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ആൻഡ് റെസിസ്റ്റൻസ്. ക്ലിയർ ആയോ? നോക്കിയാൽ 2 മാർക്ക് വെച്ച് ഒരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പം തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ടോട്ടൽ നമുക്കിപ്പോൾ എത്ര മാർക്ക് കിട്ടും? 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയി. ഓക്കെ, ഇനി അടുത്ത് നോക്കി ഒരു ഇമ്പോർട്ടൻറ്റ് ലോ ആണ്, പഠിച്ചു കാണും, നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഇനി പഠിക്കാത്തവർക്കാണെങ്കിൽ പെട്ടെന്ന് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് പഠിക്കാം. ഓക്കെ, എന്താ ലോ ചോദിച്ചിരിക്കുന്നത്? സ്റ്റേറ്റ് കൊളറാഷ്യസ് ലോ. എന്താ പറയുന്നത്? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് മോളാർ അയോണിക് കണ്ടക്ടിവിറ്റീസ് ഓഫ് ദി കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. അതായത് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു എന്തിനാണ്? സം ആണ്. ആരുടെയൊക്കെ സമ്മിന് ഈക്വൽ ആണ്? മോളാർ അയോണിക് കണ്ടക്ടിവിറ്റീസ് ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്. കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും മോളാർ അയോണിക് കണ്ടക്ടിവിറ്റിക്ക് ഈക്വൽ ആണ്. ആര്? മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഈസ് ഈക്വൽ ടു സം ഓഫ് ആരുടെയൊക്കെ? മോളാർ അയോണിക് കണ്ടക്ടിവിറ്റീസ് ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്. പക്ഷെ എപ്പോഴാണ്? ഇൻഫിനിറ്റ് ഡൈലൂഷനിലാണ്. കണ്ടോ ഈ സ്റ്റേറ്റ്മെന്റ്? ഇപ്പം തന്നെ ഈ ലോ ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകാമല്ലോ, ഒട്ടും ഡൗട്ട് വേണ്ട. പെട്ടെന്ന് ഈ പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് അങ്ങ് പഠിച്ചു പോയാൽ മതി, പിന്നെ നമ്മൾ മറക്കത്തില്ല, ഓർത്തിരിക്കും. മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈക്വൽ ടു ആരൊക്കെയാണ്? മോളാർ അയോണിക് കണ്ടക്ടിവിറ്റീസ് ഓഫ് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ്. എപ്പോഴും ഇൻഫിനിറ്റ് ഡൈലൂഷനിൽ. ഒരു എക്സാമ്പിൾ നോക്കി, NaCl നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ആർക്കൊക്കെ ഈക്വൽ ആയിരിക്കും? മോളാർ അയോണിക് കണ്ടക്ടിവിറ്റീസ് ഓഫ് Na+ ആൻഡ് Cl- ഈക്വൽ ആയിരിക്കും, അല്ലേ? ഇത് രണ്ടിൻ്റെയും സമ്മിന് ഈക്വൽ ആയിരിക്കും. കണ്ടോ, Na+ൻ്റെയും Cl-ൻ്റെയും മോളാർ അയോണിക് കണ്ടക്ടിവിറ്റീസിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും ആരുടേത്? NaCl-ൻ്റെത്. ഇറ്റ് ക്ലിയർ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. The conductivity of point
0.2, the conductivity of 0.2 molar solution of KCl at 25 degrees Celsius is 0.024 Siemens centimeter raised to -1. Calculate the molar conductivity. Molar conductivity find out ചെയ്യാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അല്ലേ. മോളാർ കണ്ടക്ടിവിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു 1000 ബൈ വി ആണ്. K ഇൻറ്റു 1000 ബൈ വി ആണ്. ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. കെയുടെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 0.04 അല്ലേ, സോറി 0.024 ഇൻറ്റു 1000 ബൈ വി എത്രയാണ് തന്നിരിക്കുന്നത്? സോറി എം ആണ്, മൊളാരിറ്റി ആണ് 0.2. എം ആണ് 0.2. K ഇൻറ്റു 1000 ബൈ എം. K ഇൻറ്റു 1000 ബൈ എം അല്ലെങ്കിൽ പിന്നുള്ള ഇക്വേഷൻ ഏതാ? കെ വി അല്ലേ. K ഇൻറ്റു 1000 ബൈ എം ഓർ കെ വി, വി വോളിയം. ഇവിടെ നമുക്ക് എം ആണ് ക്വസ്റ്റിന് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനാണ് എടുക്കുന്നത്. 0.024 ഇൻറ്റു 1000 ബൈ 0.2. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 120 Siemens centimeter raised to square per വോളിയം, വോളിയം അല്ലേ, പെർ മോൾ. 120 Siemens centimeter സ്ക്വയർ. ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 120 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി കണ്ടോ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷനുമാണ്, നമുക്ക് പെട്ടെന്ന് അപ്ലൈ ചെയ്യുകയും ചെയ്യാം. 2 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കുകയും ചെയ്യും. പെട്ടെന്ന് നമുക്ക് ചെയ്ത് തീർക്കാവുന്ന പ്രോബ്ലമാണ്. ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, ചെയ്തേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി എലമെൻറ്റ്സ് എക്സ്, വൈ ആൻഡ് ഇസഡ് ആർ. നമുക്ക് വാല്യൂ തന്നിട്ടുണ്ട്. ഒന്ന് 0.5 ആണ്, പിന്നൊന്ന് -1.5 ആണ്, പിന്നൊന്ന് -0.5 വോൾട്ട്സ് ആണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? അറേഞ്ച് ദം ഇൻ ദി ഓർഡർ ഓഫ് റെഡ്യൂസിങ് പവർ. റെഡ്യൂസിങ് പവറിൻ്റെ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റിഫൈ യുവർ ആൻസർ. നമുക്ക് അങ്ങനെ കിട്ടാനുള്ള കാരണം എന്താണെന്നുള്ളതും കൂടി നമ്മളൊന്ന് എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ അല്ലേ. ഇവിടെ നമുക്ക് എക്സിൻ്റെ എന്ന് പറയുന്നത് 0.5 ആണ്, വൈയുടേത് -1.5 ആണ്, ഇസഡിൻ്റെ എന്ന് പറയുമ്പം -0.5 ആണ് അല്ലേ. എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും നമുക്ക് കിട്ടി. ഇനി നമ്മളിവിടെ റെഡ്യൂസിങ് പവർ നോട്ട് ചെയ്യുമ്പോഴത്തേക്കും റെഡ്യൂസിങ് പൊട്ടൻഷ്യൽ കുറവാണെങ്കിൽ അതിൻ്റെ റെഡ്യൂസിങ് പവർ കൂടുതലായിരിക്കും. അതായത് റെഡ്യൂസിങ് പൊട്ടൻഷ്യൽ കുറവാണെങ്കിൽ അതിൻ്റെ റെഡ്യൂസിങ് പവർ കൂടുതലായിരിക്കും. ഇത് നോട്ട് ചെയ്തിട്ടുണ്ട്. റെഡ്യൂസിങ് പൊട്ടൻഷ്യൽ, സ്മോളർ ദ റെഡ്യൂസിങ് പൊട്ടൻഷ്യൽ, ഗ്രേറ്റർ വിൽ ബി ദി റെഡ്യൂസിങ് പവർ. അപ്പോൾ ഇതിനകത്ത് റെഡ്യൂസിങ് പവർ കൂടുതൽ ആർക്കായിരിക്കും? വൈ അല്ലേ. കുറവ് ഇവിടെ ആർക്കാ വന്നിരിക്കുന്നത്? -1.5 ആണ്. അപ്പം വൈ ഗ്രേറ്റർ ദാൻ, അത് കഴിഞ്ഞിട്ട് ആരാ വരുന്നത്? ഇസഡ് ഗ്രേറ്റർ ദാൻ എക്സ്. ആൻസർ എന്ന് പറയുന്നത് വൈ ഗ്രേറ്റർ ദാൻ ഇസഡ് ഗ്രേറ്റർ ദാൻ എക്സ് ആയിരിക്കും. അതിൻ്റെ റീസൺ എന്താണ്? സ്മോളർ ദ റെഡ്യൂസിങ് പൊട്ടൻഷ്യൽ, greater will be the reducing power. Reducing power കൂടുതലായിരിക്കും. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Specific conductance increases on dilution. Is this statement true? Justify. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്പെസിഫിക് കണ്ടക്റ്റൻസ് കൂടും എപ്പോഴാ? ഡൈലൂഷനിൽ അല്ലേ. ഡൈലൂട്ട് ആക്കുകയാണെങ്കിൽ സ്പെസിഫിക് കണ്ടക്റ്റൻസ് കൂടും. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? നമ്മുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇല്ല, ഒരിക്കലും ഇല്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഡൈലൂഷനിൽ സ്പെസിഫിക് കണ്ടക്റ്റൻസ് ഒരിക്കലും
കൂടത്തില്ല. അപ്പോൾ നമുക്ക് ആൻസർ എന്തെഴുതാം? നോട്ട് ട്രൂ അല്ലേ? തന്നിരിക്കുന്നത് ശരിയല്ല. എന്താ കാര്യം? അതായത് നമ്പർ ഓഫ് അയോൺസ് കുറയും. നമ്പർ ഓഫ് അയോൺസ് കുറയുന്നത് കൊണ്ട് ആര് കൂടത്തില്ല? സ്പെസിഫിക് കണ്ടക്റ്റൻസ് കൂടത്തില്ല. അതായത് നമ്പർ ഓഫ് അയോൺസ് decreases on dilution. ഡൈലൂഷനിൽ നമ്പർ ഓഫ് അയോൺസ് ഡിക്രീസ് ചെയ്യും. therefore specific conductance do not increase with dilution. അതായത് കറണ്ട് ക്യാരി ചെയ്യുന്ന അയോൺസിന്റെ എണ്ണത്തിൽ കുറവ് വരും. കറണ്ട് ക്യാരി, നമ്പർ ഓഫ് അയോൺസ് ദാറ്റ് ക്യാരി കറണ്ട് ഡിക്രീസസ്. Number of ions that carry current decreases on dilution. Therefore, specific conductance do not increases with dilution. Dilution അനുസരിച്ച് ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? കൂടത്തില്ല. ക്ലിയർ ആയോ? ഡൈലൂഷൻ വരികയാണെങ്കിൽ നമ്പർ ഓഫ് അയോൺസ് കറണ്ട് ക്യാരി ചെയ്യുന്നത്, ഈ കറണ്ടിന് കാരണമാകുന്ന നമ്പർ ഓഫ് അയോൺസിൻ്റെ എണ്ണം കുറയും. അതുകൊണ്ട് ഒരിക്കലും സ്പെസിഫിക് കണ്ടക്റ്റൻസ് കൂടത്തില്ല, ഡിക്രീസ് ചെയ്യത്തേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യനും കൂടി നോക്കിയേക്കാം. Calculate the electricity in Faraday that required to produce 45 gram of aluminium from molten Al2O3. Al2O3യിൽ നിന്നും Al പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന ഇലക്ട്രിസിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം? ഫാരഡേയിൽ ഫൈൻഡ് ഔട്ട് ചെയ്യണം. നമുക്ക് വെയിറ്റ് തന്നിട്ടുണ്ട് 45 gram ഓഫ് അലുമിനിയം ആണ് അല്ലേ? 45 gram ഓഫ് അലുമിനിയം ഫ്രം മോൾട്ടൺ Al2O3 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. നമുക്കറിയാം അലുമിനിയത്തിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 27 ആണ് അല്ലേ? അലുമിനിയം എന്ന് പറയുമ്പോൾ 27 ആണ്. നമുക്കിവിടെ റിയാക്ഷൻ എഴുതി നോക്കാം അല്ലേ? ഇവിടെ ഇലക്ട്രോൺ റിയാക്ഷൻ വരുമ്പം +3 electrons gives Al അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ റിക്വയർഡ് ഇലക്ട്രിസിറ്റി, ഇവിടുത്തെ ഇലക്ട്രിസിറ്റി എത്രയായിരിക്കും? 3 ഫാരഡ് ആയിരിക്കും അല്ലേ? 3 ഫാരഡ് ആയിരിക്കും. ഇവിടെ 27 gram ഓഫ് അലുമിനിയം കിട്ടാനായിട്ട് നമുക്ക് 3 ഫാരഡ് വേണം അല്ലേ? ഇലക്ട്രിസിറ്റി റിക്വയർഡ് ഫോർ 27 gram ഓഫ് അലുമിനിയം എന്ന് പറയുന്നത് 3 ഫാരഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 gram അലുമിനിയം കിട്ടാനായിട്ട് നമുക്ക് എത്ര ഇലക്ട്രിസിറ്റി വേണ്ടി വരും? 3/27 അല്ലേ? 1 gram അലുമിനിയം കിട്ടാനായിട്ട് 27 gram അലുമിനിയം കിട്ടാൻ 3 ഫാരഡ്. അങ്ങനെയെങ്കിൽ 1 gram കിട്ടാൻ എന്ത് വരും? 3/27. അങ്ങനെയെങ്കിൽ 45 gram കിട്ടാൻ എന്ത് വരും? 3/27 into 45. That equal to 5 farad. That equal to 5 ആയിരിക്കും. സിമ്പിൾ പ്രോബ്ലംസ് ആണ്. നമ്മൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യുവാണെങ്കിൽ ഒരു 2 മാർക്ക് നമുക്ക് അതിൻ്റെ അകത്ത് നിന്ന് ഷുവറായിട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോരുതേ. ഓക്കെ.